Introducing our new CNC machine. സോ എന്തിനാണ് ഈ CNC മെഷീൻ? ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് കാലിയോഗ്രാഫി ചെയ്യാൻ പറ്റും, ഇപ്പോൾ പോസ്റ്റർ എല്ലാം ഡ്രോ ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും, പിന്നെ PCB ഡിസൈൻ അതിൻ്റെ ലേ ഔട്ടും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തതിന് അത് വരച്ചു തരും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ CNC മെഷീൻ വെച്ച് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ദിസ്? ഇത് എന്തിനാണ് ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത്? അപ്പോൾ ഇത് ഉണ്ടാക്കിയ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അസൈൻമെന്റ് എല്ലാം അതിനെ കൊണ്ട് എഴുതിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാനാണ്. ഇപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള ഒരു ഫോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഡൈനാമിക്കലി ചേഞ്ച് ആയി മറ്റു കുറേ ഇംപെർഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ ഒരു ഹ്യൂമൺ എഴുതിയ പോലെ ആക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് CNC മെഷീൻ ഉണ്ടാക്കിയേക്കുന്നത്. ആ ഒരു ജേർണി ഫുള്ള് ഡോക്യുമെന്റ് ചെയ്യാന്ന് വിചാരിച്ചു. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ് ഓൺ ദാറ്റ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യണം. സോ ഇപ്പോൾ അത് കാലിബ്രേറ്റഡ് അല്ല, ആസ് യു ക്യാൻ സീ. സോ ആക്ച്വലി ഇതിങ്ങനെയാണ് വരേണ്ടത്, ബട്ട് ഒന്നുകൂടിയും കാലിബ്രേറ്റ് ചെയ്യാണ്ട്. അപ്പോൾ തല തിരിച്ചാണ് വരച്ചേക്കണത്. അപ്പോൾ അതിൻ്റെ ഷാഡോ സൈഡിൽ കറക്റ്റായിട്ട് കാണാം, ബട്ട് ഇത് ഒറിജിനൽ സൈഡ് ഇങ്ങനെയാണ്. ഇത് കാലിബ്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് ടെക്സ്റ്റ് വരയ്ക്കുമ്പോൾ നേരെ തലയിലാണ് അത് വരക്കണത്. സോ അത് ഫിക്സ് ചെയ്യാണ്ട്. അപ്പോൾ കുറേ ഇഷ്യൂസ് ഉണ്ട് കറൻ്റ്ലി. അപ്പോൾ അതെല്ലാം ഫിക്സ് ചെയ്യണം. ആൻഡ് ഞാൻ ഇതുവരെ ഒരു പേന ഫുള്ള് എഴുതി തീർത്തിട്ടില്ല. അപ്പോൾ ഒരു സ്ക്വയർ ഫുള്ള് ഷെയ്ഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേന എത്രത്തോളം ലാസ്റ്റ് ചെയ്യും നോക്കാൻ പറ്റും. സോ അതും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്കും വല്ല ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അത് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ ബിഹൈൻഡ് മേക്കിംഗ് ദിസ്. ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്ത്, കാരണം പേന തെളിയുണ്ടായില്ല. ആ പേപ്പറിൽ പേനയുടെ നിബ് കൊണ്ടിട്ടുണ്ടായില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ സംഭവം ക്ലിയർ ആയി. ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ G കോഡ് ഉപയോഗിച്ചാണ്. G കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോമെട്രിക് കോഡ്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് CNC മെഷീൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു G കോഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഇങ്ക്സ്കേപ്പ് ആണ്. ഇതിനകത്ത് ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എൻ്റെ പേര് 4xi Draw Tools. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഇമേജ് G കോഡിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇമേജ് വല്ലതും വേണമെങ്കിൽ ഇമേജ് കൊണ്ടുവരാം. ട്രേസ് ബിറ്റ് മാപ്പ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ട്രേസ് ചെയ്യാൻ പറ്റും. ബിറ്റ് മാപ്പ് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാം. 4xi Draw Tools. അതിനകത്ത് ജനറേറ്റ് പെൻ സെർവോ G കോഡ് ടൂൾ ഉണ്ട്. അപ്പോൾ അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് G കോഡ് ഫയൽ അത് ക്രിയേറ്റ് ചെയ്ത് തരും. ആൻഡ് ഇത് നേരെ CNC മെഷീനിലോട്ട് സെൻഡ് ചെയ്യണത് യൂണിവേഴ്സൽ G കോഡ് സെൻഡർ ഉപയോഗിച്ചാണ്. ഇതിൻ്റെ മൈക്രോ കൺട്രോളർ വരുന്നത് Arduino Uno ആണ്. അതിൽ GRBL എന്ന് പറഞ്ഞ ഫേം വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്.